സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീം ആരാധകരുടെ കാര്യം വളരെ കഷ്ടമാണ്. നമ്മൾ അണ്ടർ-23 ടീം തജിക്കിസ്ഥാനെ തകർക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാണ്. 90 മിനിറ്റ് വരെയും നമ്മൾ തന്നെയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ. നമ്മൾ വിജയിച്ചു എന്ന് കരുതി ആഘോഷം തുടങ്ങിയതാണ്. പക്ഷേ കളി കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് കടന്നപ്പം, അതായത് ആഡ് ഓൺ ടൈമിലേക്ക് കടന്നപ്പോൾ, എക്സ്ട്രാ ടൈം എന്ന് പറയാൻ പറ്റില്ല, ഇഞ്ചുറി ടൈമിലേക്ക് കടന്നപ്പം ചെറുതായിട്ടൊന്ന് മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം കളി നമ്മൾ തോറ്റു എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞാൽ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനം തന്നെ നമ്മളുടെ യുവനിര കാഴ്ചവെച്ചു എന്ന് പറയണം. ബ്ലാസ്റ്റേഴ്സിൻ്റെ പല താരങ്ങളും കളിക്കാൻ ഇറങ്ങി. അതിനകത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സന്തോഷം ഉണ്ടായിരിക്കാം. ഇന്ത്യൻ ഫുട്ബോളിലെ സ്ട്രൈക്കിംഗ് സോണിൽ ഗോൾ അടിക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഛേത്രി ഫാൻസിന് നോക്കാം സുഹൈൽ അഹമ്മദ് ഭട്ട് എത്രമാത്രം ക്ലിനിക്കൽ മികവുള്ള ഫിനിഷറാണെന്ന്. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് മക്കാട്ടൻ ലൂയിസിൻ്റെ ആ ഒരു ക്രോസ് പിടിച്ച് ടാപ്പിൻ ചെയ്ത് തന്നെയാണ്, പക്ഷേ ആ ഒരു ഗോൾ പുള്ളി അടിച്ചിരുന്നു. ഇതുപോലെ സമാനമായിട്ടുള്ള എത്ര എണ്ണം ഈ സോക്കാൾഡ് ഛേത്രി മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ഇന്ത്യൻ ഫുട്ബോളിലെ ലെജൻഡ് ഗോട്ട് ആരാണ് എന്നതൊക്കെ. അത് ഞാൻ സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിനുശേഷം അവർ ഗോൾ തിരിച്ചടിച്ചു. രണ്ടാമതേയും നമ്മൾ ലീഡ് എടുക്കുന്ന കാഴ്ച കണ്ടു. അതിന് ഉള്ള അസിസ്റ്റ് എൻ്റെ പൊന്നു മക്കളെ, നമ്മളുടെ ഐമൻ്റെ വിഷൻ എത്രമാത്രമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു. നല്ല കിടിലൻ ഒരു പാസ്സായിരുന്നു നമ്മുടെ ഐമൻ മുന്നിലേക്ക് നൽകിയത്. അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ, അതായത് എനിക്ക് നല്ല ഷോർട്ട് ടൈം മെമ്മറീസ് ഉണ്ട് മക്കളെ. നമ്മുടെ പാർത്ഥിവ് സുന്ദർ ഗുഹയായിരുന്നു രണ്ടാമത്തെ ഗോൾ ഫിനിഷ് ചെയ്തത്. അങ്ങനെ 90 മിനിറ്റ് വരെ നമ്മൾ 2-1 എന്ന സ്കോർ ലൈനിന് മുന്നിലായിരുന്നു. പക്ഷേ പിന്നീട് അവസാനം 2 ഗോളുകൾ അവർ അടിച്ചു. അങ്ങനെ അവർ വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അത്യാവശ്യം നല്ല പോരാട്ട വീര്യം പ്രകടിപ്പിച്ചു എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ബിൽഡപ്പിലൂടെ നമ്മളുടെ പിള്ളേർ ഗോൾ അടിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. ആദ്യത്തെ ഗോൾ കീപ്പറിൽ നിന്ന് തുടങ്ങിയ നീക്കമാണ്, അത് ഗോളിലേക്ക് കലാശിച്ചു എന്നുള്ളത്. നമ്മൾ ബിൽഡിംഗ് ഫ്രം ബിഹൈൻഡ് എന്ന ഏരിയയിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഗോൾ നേടിയത് പാർത്ഥിവ് ഗോയ ആണെങ്കിലും ആ ഗോളിൽ നമ്മളുടെ ഐമൻ്റെ വിഷൻ ഉണ്ടല്ലോ, ഹാഫിൽ നിന്നും നൽകിയ ആ പെനട്രേറ്റിംഗ് പാസ് പുള്ളിയുടെ വിഷൻ കാണിക്കുന്നുണ്ട്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് നമ്മളുടെ പിള്ളേർ കളിച്ച് പരാജയപ്പെട്ടത് എന്ന് എടുത്തു പറയാം. ക്യാപ്റ്റൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായിട്ടുള്ള ബികാഷിമിനുമാണ്, അതും കൂടി എടുത്ത് പറയണം.